നിങ്ങളുടെ വീട്ടിൽ ഉണക്കമുന്തിരിയുണ്ടോ? കണ്ടിട്ടില്ലേ? എങ്കിൽ ആ ഉണക്കമുന്തിരി കൊണ്ടുള്ള നേട്ടം നിങ്ങൾക്കറിയില്ല എന്നെനിക്കറിയാം. ഉണക്കമുന്തിരി കഴിച്ചാലുള്ള നേട്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉണക്കമുന്തിരിയുടെ നേട്ടങ്ങൾ. മുത്തുനബി ഉണക്കമുന്തിരിയെ കുറിച്ച് പറഞ്ഞതെന്ത്? ഉണക്കമുന്തിരി എങ്ങനെയാണ് കഴിക്കേണ്ടത്? 3 കാര്യങ്ങൾ. ഒന്നാമത്, ഉണക്കമുന്തിരി കഴിച്ചാലുള്ള ഗുണങ്ങൾ. 1, നമ്മുടെ ക്ഷീണം അകറ്റാൻ ഇത് കാരണമാകും. നല്ല ക്ഷീണമുള്ള ആളുകളുണ്ടെങ്കിൽ ഉണക്കമുന്തിരി അല്പം കഴിച്ചാൽ മതി. കഴിക്കേണ്ട രൂപം പറയും. 2, വലിയ ദേഷ്യമുള്ള ആളുകളുടെ ദേഷ്യം ഒന്ന് ഒതുങ്ങിക്കിട്ടാൻ ഇത് നല്ല രൂപത്തിൽ നമ്മെ സഹായിക്കും. 3, നരമ്പിനെ ശക്തിപ്പെടുത്തും. നമ്മുടെ ശരീരത്തിലുള്ള നരമ്പുകൾക്കൊക്കെ നല്ല ശക്തി നൽകാൻ ഇത് കാരണമാകും. 4, നമ്മുടെ വാഴ സുഗന്ധമുള്ളതാകും. ദുർഗന്ധത്തെ അകറ്റാൻ കഴിയും എന്നർത്ഥം. വായിൽ ദുർഗന്ധം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഒരുപാട് ആളുകൾ. 5, 1, കഫം നീക്കും. കഫം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട്. കഫത്തിന്റെ പ്രശ്നമാണ്. അത് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. എന്നാൽ കഫം ഇളകി പോകാൻ ഈ ഉണക്കമുന്തിരി നിങ്ങളെ സഹായിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ടത്, അഴക് വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ മുത്തുനബി അതിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ മുന്തിരി, അതായത് ഉണക്കമുന്തിരി ഭക്ഷിക്കുക. അത് നിങ്ങളുടെ തൊലിയുടെ നിറത്തെ മെച്ചപ്പെടുത്തും. തൊലിയുടെ നിറത്തെ ബ്രൈറ്റൻ ചെയ്യും. അപ്പൊ ഇനി നിങ്ങളുടെ ചോദ്യം, എങ്ങനെയാ കഴിക്കുക ഉസ്താദേ? വഴി നിങ്ങൾ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്തെ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു പിടി അല്പം ഉണക്കമുന്തിരി എടുത്ത് അതിലേക്ക് എടുക്കുക. രാവിലെ എഴുന്നേൽക്കുക. നന്നായി കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ് അതിന്റെ ചാറുകളും അതിന്റെ എല്ലാ സാധനങ്ങളും തൊലിയടക്കമുള്ള എല്ലാം അതിൽ നന്നായി മിക്സ് ചെയ്ത് നിങ്ങൾ ആ വെള്ളമടക്കം കുടിക്കുക. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് വലിയ ആരോഗ്യകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാണ്. അല്ലാഹു നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തി തരട്ടെ. നഷ്ടപ്പെടുത്തണ്ട. അസ്സലാമു അലൈക്കും.